ഇതുവരെ ഒരു നടപടി ഉണ്ടായിട്ടില്ല. നമ്മൾ ഇതിപ്പോൾ ഈ എന്റർടൈൻമെന്റ് ടാക്സിന്റെ കാര്യങ്ങൾ തുടങ്ങിയിട്ട് എത്രയോ നാളുകളായി. ഇടയ്ക്ക് അത് ഒരു പ്രാവശ്യം എടുത്തു കളഞ്ഞിട്ട് വീണ്ടും അത് ഇംപ്ലിമെന്റ് ചെയ്തു. അത് വലിയ കഷ്ടമാണ്. ഒന്നും ചെയ്തു തരും. ഇത്രയും നാളായിട്ട് സർക്കാർ നമുക്ക് വേണ്ടിയിട്ട് ഒന്നും ചെയ്തു തരുന്നില്ല. സിനിമ ഇൻഡസ്ട്രിക്ക് ഒന്നും ചെയ്തു തരുന്നില്ല. നമ്മളൊരു വെറും കറുവ പശുവായിട്ട് കിട്ടുന്നതെല്ലാം അങ്ങോട്ട് എടുക്കുക എന്നുള്ളതല്ലാതെ തിരിച്ചൊന്നും തരുന്നില്ല. ഇവിടെ നിങ്ങൾ എല്ലാവരും ഒന്ന് അന്വേഷിച്ച് നോക്കും സബ്സിഡി എത്ര ഉണ്ടെന്നുള്ളത്. ബാക്കിയുള്ള സ്റ്റേറ്റുകളിൽ ഓരോ സ്റ്റേറ്റുകളും കൊടുക്കുന്ന സബ്സിഡി കോടിക്കണക്കിന് രൂപയാണ് സബ്സിഡി കൊടുക്കുന്നത്. ഇവിടെ തരുന്ന 5 ലക്ഷം രൂപ എന്തോ ചെയ്യാൻ? മൂക്കുപ്പടി വാങ്ങിക്കാൻ തികയില്ല. എന്തൊരു കഷ്ടമാണെന്ന് ആലോചിച്ച് നോക്കും. ഒന്നും സിനിമ ഇൻഡസ്ട്രിക്ക് വേണ്ടിയിട്ട് ഈ 10 കൊല്ലം ഈ സർക്കാർ ഒരു ചുക്കും ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ സങ്കടം. കോൺക്ലേവ് നടത്തി ഞങ്ങൾ വിചാരിച്ച് എന്തൊക്കെയോ സംഭവിക്കുന്നു. ഒന്നുമില്ല. ചുമ്മാ ഇതൊക്കെ ഒരു ഐ വാഷ് അല്ലാതെ വേറെ ഒന്നും നടന്നിട്ടില്ല. കോൺക്ലേവ് കഴിഞ്ഞ് 5 മാസം. അതിന് 15 ദിവസത്തിനകം ഞങ്ങൾ രേഖാമൂലം അങ്ങോട്ട് കത്തയച്ചിട്ടുണ്ട്. 15 ദിവസത്തിനകം ഞങ്ങളെ ചർച്ചയ്ക്ക് വിളിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് മൾട്ടിപ്പിൾ ഏകോപനം നടക്കേണ്ട പല വകുപ്പുകളിലൂടെയാണ് ഞങ്ങളുടെ ആവശ്യങ്ങൾ കിടക്കുന്നത്. അപ്പം മിനിസ്റ്റർ പറഞ്ഞത് ആ ഏകോപനത്തിന് വേണ്ടി സമയം തരണം. ഒരു 15 ഡേയ്സ്, ഏകദേശം ഡാറ്റ അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ട്. 15 ഡേയ്സാണ്. പിന്നീട് പല പല കാരണങ്ങൾ പറഞ്ഞ് തള്ളി. ഇപ്പം പെരുമാറ്റച്ചട്ടം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ വന്നു. അങ്ങനെ ഒരു മാസം പോയി. അപ്പോൾ ഇങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ആടിനെ പ്ലാവല കാണിച്ചു കൊണ്ടുപോകുന്ന പോലെ ഈ ഒരു 10 വർഷം ഒരു ഇൻഡസ്ട്രിയെ മൊത്തം, അതായത് ഏറ്റവും കൂടുതൽ ടാക്സ് ചെയ്യപ്പെടുന്ന ഒരു ഇൻഡസ്ട്രിയാണ്. നിർഭാഗ്യവശാൽ ഒരു ബഡ്ജറ്ററി ആയിട്ടുള്ള ഒരു ഡിസ്കഷന് പോലും ഈ ഇൻഡസ്ട്രിയുടെ ഒരു പ്രതിനിധിയെ പോലും വിളിക്കാറില്ല. ബാക്കിയല്ല നമ്മൾ പത്രമാധ്യമങ്ങളിൽ കാണുന്നതാണ്. ഒരു ബഡ്ജറ്റ് പ്രസന്റ് ചെയ്യാനായിട്ടുള്ള സമയത്ത് ബാക്കിയുള്ള ഇൻഡസ്ട്രിക്ക് എന്താണെന്നുള്ളത് പറയാനും കേൾക്കാനുള്ള ഒരു സന്നദ്ധയിലും ഫൈനാൻസ് മിനിസ്റ്റർ കാണിക്കും. പക്ഷെ ഞങ്ങൾ 1-2 പ്രാവശ്യം അദ്ദേഹത്തെ അടുത്ത് പുള്ളി പറയും കത്ത് കൊടുക്കും. ഞങ്ങൾ കത്ത് കൊടുത്ത് മടുത്തു. ഈ കാരണത്തിൽ തന്നെ ഒരു 100 കണക്കിന് കത്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊരു പ്രധാന ആവശ്യമാണ്. ഇത് ഒരു ചെറിയ കാര്യമല്ല. കാരണം വെച്ചാൽ ഒരു റവന്യൂ ജനറേറ്റ് ചെയ്യുന്നിടത്തുനിന്ന് അത് സർക്കാർ ഈറ്റിൻ ചെയ്ത് പോകുന്ന ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ ഈ ഇൻഡസ്ട്രിയെ സംബന്ധിച്ചിടത്തോളം അത് താങ്ങാൻ പറ്റുന്നതല്ല. ബാക്കിയുള്ള ഇഷ്യൂസൊക്കെ ഞങ്ങൾക്ക് സോർട്ട് ഔട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. അത് സർക്കാരിന്റെ ഒരു ഹെൽപ്പ് കൂടെ കിട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇൻഡസ്ട്രി കുറച്ചുകൂടെ നല്ല രീതിയിൽ മുമ്പോട്ട് പോകാനുള്ള സാഹചര്യം ഉണ്ടാവും. അല്ല, അത് സർക്കാർ ചർച്ചയ്ക്ക് വിളിച്ചില്ലെങ്കിൽ ആ 21-ന് ശേഷം 21-ാം തീയതി എന്തായാലും ഇവിടെ തീരുമാനിച്ചിരിക്കുന്നത് മുഖ്യമന്ത്രിയെ കണ്ടൊരു മെമ്മോറാണ്ടം ഉൾപ്പെടെ ഉള്ള കാര്യങ്ങൾ 21-ന് കൊടുക്കാമെന്നുള്ളതാണ് തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പറയുന്ന ആവശ്യങ്ങൾ നടത്തിയില്ലെങ്കിൽ അഗൈൻ ഞങ്ങൾ യോഗം കൂടും, എന്താ വേണ്ടെന്നുള്ള ഒരു തീരുമാനമെടുക്കും. ഇത്രയും വർഷത്തിൽ അവർ ഒരു ഒന്നും നടന്നില്ല. തുറന്നു പറയാമല്ലോ, ഞങ്ങളെല്ലാം നടന്നതാ. മന്ത്രിസഭയിലെ സിനിമാ താരം മന്ത്രി എവിടെയാണ്? ഇതാണ് ബേസായിട്ട് പറയാനുള്ളത്. ഞങ്ങൾ കുറേ എപ്പോഴും നിങ്ങളെ സമീപിക്കുന്നതാണ്. ഞാൻ പറഞ്ഞില്ല 10 മാസം മുമ്പ് ഇതേ വേദിയിൽ നിന്ന് തുടങ്ങിയതാണ് ഞങ്ങളുടെ ആവശ്യം പറയച്ചത്. പക്ഷേ ഒരു ഫാഗ് എൻഡ് ഓഫ് ദി ഒരു മിനിസ്ട്രിയുടെ സമയത്ത് വീണ്ടും ഇത്തരത്തിലുള്ള ഒരു കാര്യത്തിലേക്ക് ഞങ്ങൾക്ക് പോകേണ്ടി വരുന്നത്, ഒരു ശക്തമായ നടപടിയിലേക്ക് പോകേണ്ടി വരുന്നത് വെച്ചാൽ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് അനുകൂലമായിട്ട് ഒരു നടപടി ചെയ്തു തന്നിട്ടില്ല എന്ന് തന്നെ നമ്മൾ പറയേണ്ടി വരും. അതാണ് അനുഭവം. ആ അനുഭവം പങ്കുവയ്ക്കുകയാണ്. അത് സിനിമ കഴിയുന്നത് സാധാരണ പ്രേക്ഷകരിൽ നിന്ന് എടുക്കുന്ന ടിക്കറ്റിൽ നിന്നാണ്. അവർ സിനിമ കാണുന്നതിലൂടെയാണ്. പക്ഷെ മൾട്ടിപ്പിൾ ലെവൽ. ഇനി വേറെ തലത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ സിനിമ ഓടുന്ന കോടികൾ എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. പക്ഷെ കോടികൾ ലാഭം വരുന്ന ഒരു സിനിമയെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ആരും അറിയുന്നില്ല. 40% ഇൻകം ടാക്സ്. അപ്പം മൾട്ടിപ്പിൾ ലെവലിലുള്ള ടാക്സേഷൻ ഒരു ഇൻഡസ്ട്രിയെ ചെയ്തുകൊണ്ട് ഇനി മുമ്പോട്ട് പോകുന്നതിനകത്ത് ഞങ്ങൾക്ക് ഒരു കാരണവശാലും ഞങ്ങൾക്ക് സഹകരിക്കാൻ പറ്റില്ല. അത്തരത്തിലുള്ള ടോക്ക് ഇനി ഇനിഷ്യേറ്റ് ചെയ്യണം. അതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയൊരു ഡിമാൻഡ്.